നദീജല സംരക്ഷണത്തിനുള്ള ഒരു പ്രത്യേക പുത്തൻ സമീപനത്തിന്റെ ഭാഗമാണ് കാട്ടിനുള്ളിലെ നീർത്തട ജല സംരക്ഷണ പരിപാടി. ജൈവ വൈവിധ്യ സംരക്ഷണത്തിനും സംരക്ഷണ പാർക്കുകളുടെ മാനേജ്മെന്റ് എന്താണ് നിങ്ങളിരിക്കെ പ്രതിപക്ഷ നേതാവ് പറയും. സാധാരണഗതിയിൽ ബഡ്ജറ്റ് പുസ്തകം നടന്നു കഴിഞ്ഞ് അംഗങ്ങൾക്കും പത്രക്കാർക്കും വിതരണം ചെയ്തിട്ട് ഇത് കിട്ടാറുള്ളൂ. ഇത് സോഷ്യൽ മീഡിയയിലൂടെ മുഴുവൻ വന്നുകൊണ്ടിരിക്കുകയാണ്. വിഷ്വൽ മീഡിയയിലും ബഹുമാനപ്പെട്ട സ്പീക്കർ സാർ ഇതെങ്ങനെ വെളി വന്നിരിക്കുന്നു? ചെയറിന്റെ അറിയില്ലല്ലോ. ചെയർ ഇപ്പൊ സോഷ്യൽ മീഡിയ നോക്കാൻ പോയിട്ടില്ല. പ്ലീസ് പ്രതിപക്ഷ നേതാവ്, ചെയർ സോഷ്യൽ മീഡിയ നോക്കാൻ പോയിട്ടില്ല. അതെന്താണ് വന്നതെന്ന് കാണാനും പറ്റിയിട്ടില്ല. അത് പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കാം. നിങ്ങൾ ബാളുണ്ടാക്കിയതുകൊണ്ട് എനിക്ക് മനസ്സിലാവില്ലല്ലോ. നിങ്ങൾ ദയവായി. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ബജറ്റിന്റെ എല്ലാ സവിശേഷതകളും ജനങ്ങളിലെത്തും മുമ്പേ ചോർച്ച വിവാദമാണ് ഉയർന്നു കേട്ടത്. ബജറ്റ് പ്രസംഗം തീരും മുമ്പേ ബജറ്റിലെ പ്രധാന വിവരങ്ങളെല്ലാം ചോർന്നുവന്ന് പ്രതിപക്ഷം നിയമസഭയിൽ ആരോപണം ഉന്നയിക്കുകയും തിരുവഞ്ചൂർ പ്രതിപക്ഷത്തിന്റെ കിഫ്ബി വിരുദ്ധ പ്രചാരണങ്ങളുടെയൊക്കെ മുനയൊടിക്കാൻ ശ്രമിക്കുകയാണ് ഐസക്. എനിക്ക് ഡോക്ടർ ഐസക്, അദ്ദേഹം ഒരു വിദഗ്ധനായ ഒരു സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി തന്നെയാണ്. എനിക്കതിനെക്കുറിച്ചൊന്നും തർക്കമില്ല. പക്ഷെ നമ്മളുടെ ഒരു കോമൺ സെൻസിന് ചേരാത്ത 2-3 കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കിഫ്ബിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ 11,000 കോടി രൂപയുടെ പദ്ധതി കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അതിന് AS കൊടുത്തതാണ്. പക്ഷേ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ 1024 കോടി രൂപയെ ഇതുവരെ വന്നിട്ടുള്ളൂ. കിഫ്ബിക്ക് ഇപ്രാവശ്യം 25,000 കോടി രൂപയുടെ പദ്ധതിയെക്കുറിച്ചാണ് പറയുന്നത്. 50,000 കോടി രൂപയുടെ വികസന പ്രവർത്തനത്തിന് വേണ്ടിയാണ് പദ്ധതി ഇട്ട് പോകുന്നത്. ഞാൻ ചോദിക്കും, ഈ പണം നമുക്ക് ഇങ്ങോട്ട് തരുന്ന ആളുകൾക്ക് റീപേയ്മെൻറ്റ് വേണ്ടേ? റീപേയ്മെൻറ്റ് വേണമെങ്കിൽ 2021 മുതൽ റീപേയ്മെൻറ്റിലേക്ക് എടുത്ത് പോകണ്ടേ? അതിൻ്റെ പലിശ കൊടുക്കണ്ടേ? നേരത്തെ പറഞ്ഞ കൊച്ചിൻ മെട്രോയ്ക്ക് നമ്മൾ പണം പലിശയ്ക്കെടുത്തു എന്ന് പറഞ്ഞാൽ അതൊരു വരുമാനമുള്ള ഒരു സ്കീമാണ്. അതിൻ്റെ ഇൻകത്തിൽ നിന്ന് നമുക്ക് അതിൻ്റെ റീപേയ്മെൻറ്റ് നടത്താൻ പറ്റും. ഇവിടെ നമുക്ക് ഒരു റോഡ് വെട്ടിയാൽ അതിൻ്റെ ഇൻകം ഇല്ല. കാരണം ഗവൺമെൻറ് തന്നെ ടോൾ പോലും നിർത്തിവെക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇൻകം ഇല്ലാത്ത ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മൾ പണം മുടക്കി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ റീപേയ്മെൻറ്റ് നിവൃത്തിയില്ലാത്ത ഘട്ടം വന്നാൽ അവസാനം ഇത് മുന്നോട്ട് പോകുമോ? ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. കിഫ്ബിക്ക് വേണ്ടി എന്തിനാ പ്രതിപക്ഷ MLA മാർ ശ്രമിച്ചത് എന്ന് ചോദിച്ചാൽ എല്ലാവരും ശ്രമിച്ചിട്ടുണ്ടാകും. കാരണം ഒരു ഗവൺമെൻറ് സ്കീം അതാ. ഗവൺമെൻറ് വേറെ സ്കീമുണ്ടെങ്കിൽ ആ സ്കീമിലൂടെ ചേർക്കണമെന്ന് പറയാൻ കഴിയൂ. ഗവൺമെൻറ് അനൗൺസ് ചെയ്യുന്ന ഒരു സ്കീമാകുമ്പോൾ ആ സ്കീമിൻ്റെ ഭാഗം നമ്മുടെ നിയോജക മണ്ഡലത്തിലുണ്ടാകണമെന്ന് 140 MLA മാരും ഒരുപോലെ ആഗ്രഹിക്കും. അത് വേറെ പ്രശ്നം. അത് MLA മാരുടെ ആഗ്രഹ പ്രകടനം. MLA മാരും എക്കണോമിസ്റ്റുകളല്ലല്ലോ. ഇവിടെ നോക്കേണ്ടത് എന്താ? നമ്മൾ വായ്പ മേടിക്കുന്ന വ്യക്തികൾക്ക് ആ പണം തിരിച്ചു കൊടുക്കാൻ കഴിയണം. 2, അത് നമുക്ക് വരുമാനമുണ്ടാകുന്ന സോഴ്സിലാണോ നമുക്കത് മുടക്കാൻ കഴിയുന്നത് എന്നുള്ളതിനെ കുറിച്ച് നോക്കണം. ഇപ്പൊ KFC ഡോക്ടർ ഐസക് വളരെ പെട്ടെന്ന് പറഞ്ഞു, ചിട്ടിയിൽ പണം ഇട്ടാൽ, ചിട്ടിയിൽ പണം അടച്ചാൽ അവർക്ക് ചിട്ടി പിടിക്കുമ്പോൾ പണം കൊടുക്കണമല്ലോ. അങ്ങനെയും കൊടുക്കും. അതിനാണല്ലോ ചിട്ടിക്ക് ഇടുന്നത്. ഇങ്ങനെ ഈ വിദേശ മലയാളികൾ ചിട്ടിക്ക് ഈ പണമടയ്ക്കും. അങ്ങനെ പണമടയ്ക്കുമ്പോൾ അവർക്ക് അതിന്റെ സമയമാകുമ്പോൾ അത് തിരിച്ചു കൊടുക്കും. പക്ഷേ ചിട്ടിക്കടയ്ക്കുന്ന പണം ഇത്തരം പദ്ധതികളിൽ വിനിയോഗിച്ചാൽ ആ പദ്ധതികൾ വരുമാനം തരുന്നതല്ലെങ്കിൽ KSFE ഈ പണം എങ്ങനെ തിരിച്ചു കൊടുക്കുമെന്ന ലളിതമായ ചോദ്യത്തിന് എന്തായിരിക്കും ഉത്തരം? എല്ലാ പ്രൊജക്ടുകളും അങ്ങനെയുള്ളതല്ല. ഇപ്പോ ഈ വർഷം 15,000 കോടി രൂപയുടെ അനുമതി കൊടുക്കാൻ പോകുന്ന കാര്യങ്ങൾ പ്ലീസ് ഞാൻ സംസാരിച്ചാൽ ഡോക്ടർ ഐസക് തിരുവഞ്ചൂർ സാരമില്ല, ഐസക് അങ്ങ് പിണങ്ങിപ്പോയി. അദ്ദേഹം കുറച്ച് നേരത്തെ പോകണമെന്ന് പറഞ്ഞിരുന്നു. നമുക്ക് തുടരാം. പിണങ്ങിപ്പോയാ
അദ്ദേഹത്തിന് മറ്റൊരു ചാനലിലേക്ക് പോകണമായിരുന്നു. എന്തായാലും തിരുവഞ്ചൂർ സംസാരിച്ചു തുടങ്ങിയപ്പോൾ പോലെ പക്വതയുള്ള ഒരാളെ ഇറങ്ങിപ്പോയ ഞാനെന്ത് ചെയ്യും? അത് പോകട്ടെ, അദ്ദേഹം കുറച്ച് നേരത്തെ അങ്ങ് പോയത് വിചാരിച്ചാൽ മതി. ശ്രീ തിരുവഞ്ചൂരിന് ഞാൻ എന്റെ ഒരു ദുഃഖം രേഖപ്പെടുത്തുന്നു. അത്ര കാര്യമാക്കല്ല, അദ്ദേഹത്തെ പോകണോ നേരത്തെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ദിവസം അദ്ദേഹത്തിന് അത്ര സുഖകരമല്ലാത്ത ഒരു ദിവസമായി പോയി, അത് സാരമില്ല. ഇന്നത്തെ ദിവസം അദ്ദേഹത്തിന് അത്ര പറ്റിയ ദിവസമല്ല, അതവിടെ ഇരുന്നോട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു ഇതിവൃത്തം ഇതിന് പൂർത്തിയാകണം. ഇതിവൃത്തം പൂർത്തിയാകണമെങ്കിൽ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി നമ്മൾ ഈ പണം മുടക്കുകയാണ്. അപ്പോൾ ആ പണം മുടക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന കാശ് ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ടായിട്ട് ഇതിൻ്റെ ഉടമസ്ഥന് കൊടുക്കണം. ആ ബോണ്ട് അവർക്ക് പലിശ സഹിതം അവർക്ക് വിഡ്രോ ചെയ്യാനുള്ള സാധ്യത കൊടുക്കണം. മാത്രമല്ല അത് ബോണ്ടിന്റെ കാര്യം, ചിട്ടിയുടെ കാര്യമാണെങ്കിൽ ഈ പ്രശ്നമുണ്ട്. ട്രാൻസ്ഫർ ആയി കൊടുക്കണമെങ്കിൽ വേറെ വ്യക്തികൾക്ക് അത് കൊടുക്കാം. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് കിഫ്ബിയിലേക്ക് ഈ പണം കിട്ടണമെങ്കിൽ അതിനൊരു വിശ്വാസ്യത വേണ്ടേ? ആ വിശ്വാസ്യത തിരിച്ചു കിട്ടും എന്നുള്ളത് വിശ്വാസ്യത തന്നെ. പലിശ സഹിതം തിരിച്ചു കിട്ടുമെന്നാ. ഇപ്പൊ റോഡ് പണിയുന്നതിന് വേണ്ടി നമ്മൾ ഇപ്പോൾ 1000 കോടി രൂപ അങ്ങോട്ട് കൊടുക്കുന്നു. അതിൽ 10-20 ആളുകളുടെ ചിട്ടിപ്പണം നമ്മൾ മുടക്കുന്നു. ആ മുടക്കുന്ന ചിട്ടിപ്പണത്തിൽ തിരിച്ചത് കൊടുക്കണം. ഈ റോഡിൽ നിന്ന് 1 രൂപ നമുക്ക് കിട്ടുമോ? ഈ പാവങ്ങളുടെ പണം നമ്മളിവിടെ മുടക്കുകയല്ലേ? അതെങ്ങനെ നമ്മൾ തിരിച്ചു കൊടുക്കണം എന്നുള്ള എൻ്റെ ചോദ്യത്തിലാണ് ഐസക് പിണങ്ങി ഇറങ്ങിപ്പോയത്. അതിന് ഞാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും?